പ്രവാസലോകം 25ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ പ്രോഗ്രാം ഉണ്ടായത് തന്നെ ജനങ്ങളിൽ വിദേശത്തേക്കുള്ള കുടിയേറ്റത്തിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക, അത്തരം തട്ടിപ്പുകളിൽ നിന്നും ഒഴിവാവാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു. ഈ 25ാമത്തെ വർഷത്തിലും പ്രവാസലോകം പുതിയ പുതിയ വെല്ലുവിളികളെ കേരളത്തിലെ പ്രത്യേകിച്ചും അഭ്യസ്തവിദ്യരായ നമ്മുടെ നാട്ടുകാരുടെ പ്രശ്നങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ഇറങ്ങിച്ചെല്ലുകയാണ്. ഇവിടെ ലക്സംബർഗിലേക്കും ഇസ്രായേലിലേക്കും അടക്കം ഒരു വിസ വാഗ്ദാനം നൽകപ്പെട്ടതിൽ ഇരകളായിത്തീർന്ന കുറച്ച് മനുഷ്യരാണ് നമ്മളോടൊപ്പം ഉള്ളത്. അവർക്ക് പറയാനുള്ളത് ഇതുവരെ നമ്മൾ കേൾക്കാത്ത പുതിയ തട്ടിപ്പിൻ്റെ കഥകളാണ്. മനു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ജോലി വാഗ്ദാനം, ലക്സംബർഗിലേക്കുള്ള ജോലി വാഗ്ദാനം നിങ്ങൾ എവിടെയാണ് കാണുന്നത്? ഈ ജോലി ഞങ്ങൾ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു പരസ്യം കണ്ടിട്ടാണ്. അതായത് ലക്സംബർഗ്, ഓസ്ട്രിയ, ഇസ്രയേൽ എന്നീ 3 കാറ്റഗറിയിലായിട്ട് ഈ അൺസ്കിൽഡ് വേക്കൻസിയിൽ ആളെ എടുക്കുന്നുണ്ടെന്നുള്ള പരസ്യം കണ്ടിട്ട് നമ്മൾ ഈ പരസ്യത്തിന് താഴെ അപ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനുണ്ട്. ഈ സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ നമ്മൾ. അപ്പോൾ തന്നെ അവരുടെ ഓഫീസിലുള്ളവർ ടെലികോളേഴ്സ് ഇവർ നമ്മളെ വിളിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ നിങ്ങളുടെ ഒരു അപ്ലൈ എന്ന് പറഞ്ഞ് നമ്മുടെ വാട്സാപ്പായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ അപ്ലൈ പോകണേ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അങ്ങനെ വിളിച്ച് അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഓക്കെ നമുക്കിത് കറക്റ്റാണ്, അവരോട് നമ്മൾ ഇതിൻ്റെ ഏജൻസിയുടെ രജിസ്റ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവരൊരു രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തന്നു. പിന്നെ ഇതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അവർ നമ്മളെ പൊതുവെയുള്ള ഏജൻസിക്കാരെല്ലാം പറയുന്ന പോലെ തന്നെ ഇവർ പറഞ്ഞിട്ടാണ് നമ്മളിതിൽ ചെല്ലുന്നത്. നിങ്ങളിവിടെ എന്ത് ജോലി ചെയ്യായിരുന്നു? ഞാനിവിടെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കായിരുന്നു. അതായത് ഒരു 4 കൊല്ലം ഗൾഫിലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു കൊല്ലം ബ്രേക്ക് എടുത്തിട്ട് ഗൾഫിൽ ഞാൻ സൗദിയിലായിരുന്നു. സൗദി അരാംകോയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടത്. അപ്പോൾ ഞാൻ ആ ഒരു 1 ഇയർ ഇവിടെ ബ്രേക്ക് വന്നപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക്, അവിടെയും പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു, അത് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 1 ഇയർ ബ്രേക്ക് വന്നപ്പോൾ ഞാനിങ്ങനെ ഈ പുറത്തോട്ട് വീണ്ടും ഒന്ന് ശ്രമിച്ചേക്കാം എന്ന് കരുതി, ഒരു നല്ലൊരു ജോലിയിലായിട്ട് ശ്രമിച്ചേക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിൽ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇവർ ടെലികോളേഴ്സ് നമ്മളെ വിളിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യം വിശ്വസിക്കാവുന്ന രീതിയിലാണ്. കാരണം വിളിക്കുന്നത് മുഴുവനും സ്ത്രീകളാണ് ഈ ടെലികോളേഴ്സ് ആയിട്ടുള്ളവർ. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ആതിര കെ അനു എന്ന് പറയുന്നൊരു HR ആണ് നമ്മളോട് സംസാരിച്ചത്. ഈ ആതിര കെ അനു പിന്നെ നമ്മുടെ അടുത്ത് വിശദമായിട്ട് ഞാനിങ്ങനെ ഈ ഏജൻസിയുടെ ഒരു നടത്തിപ്പുകാരിയാണ്, ഞാനൊരു ഓണറാണ്. അപ്പോൾ അതിൽ അനിൽ എന്ന് പറഞ്ഞൊരു ഷോബിൻ, ഇവർ കണ്ണൂരുള്ളൊരു അനിൽ എന്ന് പറഞ്ഞ ഷോബിൻ. അപ്പോൾ ഇവർ എല്ലാം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഇവർ പറഞ്ഞു ഇങ്ങനെയാണ് ഞങ്ങളുടെ ഏജൻസി, പുതിയൊരു ഏജൻസിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ബാംഗ്ലൂർ വെച്ചാണ്. അതായത് ഒരു 50,000 നമുക്കൊരു മെഡിക്കൽ, നമുക്ക് അവർക്കൊരു രജിസ്ട്രേഷൻ ഫീസ് എന്നുള്ള രീതിയിൽ ടോട്ടൽ 350,000 അവർ പറഞ്ഞത്. 3,50,000 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 50,000 ഓസ്ട്രിയയിലേക്ക്. ഇത് സൂപ്പർ മാർക്കറ്റ് 2 കാറ്റഗറിയാണ് വന്നത്. സൂപ്പർ മാർക്കറ്റ് പാക്കിംഗ് സെക്ഷൻ, പിന്നെ വന്നത് കിച്ചൺ അസിസ്റ്റൻറ്റ്, അൺസ്കിൽഡ് ആയിട്ടുള്ള കിച്ചൺ അസിസ്റ്റൻറ്റ്, സൂപ്പർ മാർക്കറ്റ് പാക്കിംഗ് സെക്ഷൻ. അപ്പം ഞാൻ അപ്ലൈ ചെയ്തത് സൂപ്പർ മാർക്കറ്റ് പാക്കിംഗ് സെക്ഷനിലായിട്ടാണ് ഞാൻ കൊടുത്തത്. നിങ്ങളുടെ അനുഭവം എങ്ങനെയാണ് ഈ വിഷയത്തിൽ? എങ്ങനെയാണ് നിങ്ങൾ ബന്ധപ്പെടുന്നത്? എനിക്കും ഈ ഫേസ്ബുക്കിൽ വന്ന ഇതിലാണ് കിട്ടിയത്. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത ശേഷം അവരിങ്ങനെ കോൾ ചെയ്യണമായിരുന്നു. എനിക്കും ഈ ഓസ്ട്രേലിയയിലേക്കുള്ള പാക്കിംഗ് എന്ന ജോബായിരുന്നു. 3.5 ലക്ഷം രൂപയുടെ പാക്കേജ്. അതിൽ ഫസ്റ്റ് പേയ്മെൻറ്റ് 50,000, അതിനകത്ത് അവരുടെ മെഡിക്കലിൻ്റെ പൈസയും ബാക്കിയുള്ള പേപ്പർ വർക്കിന് വേണ്ടി. ബാക്കി 1.5 ലക്ഷം രൂപ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വർക്ക് പെർമിറ്റും വരേണ്ട ടൈമിലാണ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ മാർച്ച് 10-ാം തീയതിക്കുള്ളിൽ മുമ്പ് ഞങ്ങൾ കൊടുത്തു. ഇങ്ങനെയാണ് ഞങ്ങൾക്ക്. ബാക്കി ചെന്നിട്ട് മതിയെന്ന്, ബാക്കി 2 ലക്ഷം രൂപ അവിടെ ചെന്നിട്ട് മതി. എത്ര രൂപയാണ് നിങ്ങൾ ഇദ്ദേഹത്തിന് കൊടുത്തത്? എന്നിട്ട് അത് ഏത് രീതിയിലാണ് നിങ്ങൾ കൊടുത്തത്? സർവീസ് ചാർജ് എല്ലാം പറഞ്ഞത് 350 ആ സംതിങ് ആണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഒരു 50,000 രൂപ ഇവർക്കൊരു എന്താ പറയുക, നമ്മളൊരു അതിൽ ജോയിൻ ആണ്. ഓക്കെ, നമ്മൾ ഇതാണ് അതിനുവേണ്ടി ഒരു മെഡിക്കൽ, കുറച്ച് പേപ്പർ കാര്യങ്ങൾ, ഇതിനൊക്കെ വേണ്ടി ഒരു 50,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അവരുടെ അക്കൗണ്ടിലേക്ക്, അവർ പറഞ്ഞൊരു അക്കൗണ്ടിലേക്ക്, അവരുടെ കമ്പനി, അവരുടെ ജസ്റ്റ് സെറ്റ് ജേണി എന്ന് പറഞ്ഞൊരു ഏജൻസിയാണ്. ആ ഏജൻസിയുടെ ഡീറ്റെയിൽസിൽ തന്നെയാണ് നമ്മൾ അയക്കുന്നത്. അവരുടെ അക്കൗണ്ടിൽ തന്നെയാണ്, ഒരു കറണ്ട് ബാലൻസ് അക്കൗണ്ടാണ് നമ്മൾ നമ്പർ തന്നത്. അപ്പോൾ അവർക്ക് ഒരു 50,000 രൂപ നമ്മൾ മെഡിക്കലിന് മുന്നേ
അവർ അയച്ചു കൊടുത്തു. ഇതിന് ശേഷമാണ് നമ്മളെ മെഡിക്കലിന് വിളിക്കുന്നവർ. ഈ ഇങ്ങനെ ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇത്തരം കേസുകളിൽപ്പെട്ട ആൾക്കാരെ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചത്, അത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് അതിനുള്ള വിവരങ്ങൾ ലഭിച്ചത്? തട്ടിപ്പ് ആണെന്ന് മനസ്സിലായ ശേഷം എൻ്റെ സുഹൃത്തായ മനുവിനോടാണ് ഞാൻ സംസാരിച്ചത്. 10-ാം തീയതി ഇതേപോലെ തന്നെ 10-ാം തീയതി വരുമെന്നാണ്. അപ്പോൾ 10-ാം തീയതി രാവിലെ വിളിച്ചായിരുന്നു. അപ്പോൾ 10-ാം തീയതി രാത്രി വരെ സമയമുണ്ടല്ലോ എന്നാണ് ഞങ്ങളോട് പറയുന്നത്. രാത്രി 12 മണി പോലെ ഞങ്ങൾ നോക്കിയിരുന്നു. 3:10 ആയപ്പോഴേക്കും ഞങ്ങൾക്കൊരു മെസ്സേജ് വന്നിട്ടാണ്. മെസ്സേജ് വന്നിട്ട് പറഞ്ഞ് 2 ദിവസം ക്ഷമിക്കുക എന്ന് പറയുന്നതാണ്. അപ്പോഴത്തേക്കും പിറ്റേ ദിവസം ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഫേസ്ബുക്ക് അല്ല വാട്സപ്പ് ഗ്രൂപ്പ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം തന്നെ അത്ര നീണ്ടപ്പോൾ തന്നെ ആൾക്കാർക്ക് എന്തോ മനസ്സിലായി. കാരണം ഞങ്ങളുടെ അടുത്ത് ആദ്യം പറഞ്ഞു ജനുവരി 1st വീക്ക് നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. അത് ഇനി ജനുവരി 28-നുള്ളിൽ പോകാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാണ് മാർച്ച് 5-നുള്ളിൽ എന്ന് പറഞ്ഞു. ഇത്രയും നീണ്ടപ്പോഴേക്കും വളരെ ബുദ്ധിമുട്ടായി. പിന്നെ മാർച്ച് 10 രാവിലെ തൊട്ട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, ഈ വർക്ക് പെർമിറ്റ് എല്ലാം ഓക്കെ ആയെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ രാത്രി 12 മണി വരെ? ഇപ്പോൾ ഇവർ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്ട്രിയൻ ടൈം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണെന്ന്. ആയിക്കോട്ടെ, ഞങ്ങൾ രാത്രി 12 മണി വരെ നോക്കിയിരുന്നു. 3:10 3:10-നുള്ളിൽ ഞങ്ങൾക്ക് മെസ്സേജ് തന്നെയാണ്, ഇങ്ങനെ ഒരു 3 ദിവസം കൂടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും ഞങ്ങളുടെ ഗ്രൂപ്പിലെല്ലാവരും പറഞ്ഞു ഇത് തട്ടിപ്പാണ്. ഇത് നമുക്ക് എനിക്ക് ഒരു ഡൗട്ട് വന്നത്, കാരണം ഇവർ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ജെന്യുവൻ അല്ലാന്ന് തോന്നി. അപ്പോൾ ഇദ്ദേഹത്തിനോട് ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിരുന്നു. പക്ഷേ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങളിലെ പോരായ്മകൾ ഇവർ ക്ലിയർ ചെയ്തിട്ട് മറ്റാൾക്കാരോട് പറയാൻ തുടങ്ങി. അപ്പോൾ ഇവരെ കൺവിൻസ് ചെയ്യാൻ തുടങ്ങി. ഞാനൊരു ഇമെയിൽ കണ്ടു, ഇങ്ങനെ അൺസ്കിൽഡ് ജോബിലേക്കാണ് നിങ്ങൾ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇമെയിൽ അല്ലേ? അങ്ങനെ തന്നെ അവർ ഈ മെയില് കാര്യങ്ങൾ, അതായത് മെയില് അവർ ഓസ്ട്രിയ എന്നൊരു പേരുണ്ടാക്കി ഒരു മെയിൽ ഉണ്ടാക്കി അയക്കുന്നു. ഈ വ്യക്തമായിട്ടുള്ള എവിഡൻസുകളാണ് തരുന്നത് നമ്മൾക്ക്. അവർ പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ പൈസ അയച്ചതിനുള്ള ഡീറ്റെയിൽസ്, അവരുടെ കമ്പനി സീല് അല്ല ഏജൻസി സീല്, നമ്മൾ എപ്പോൾ വിളിച്ചാലും കോൺടാക്ട് ചെയ്യണു, കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഫോൺ ചെയ്യുന്നു, എപ്പോൾ വിളിച്ചാലും അവർ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ 24 hours വിളിച്ചോ, ഞങ്ങൾ ഓക്കെയാണ് എന്നുള്ള രീതിയിലാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇത്രയും ഫേസ്ബുക്കിലൂടെ വന്ന ഒരു പരസ്യത്തിൽ എങ്ങനെ ഇത്രയും വിശ്വാസ്യത തോന്നി? നമ്മൾ ഇതിന് മുന്നേ ഞാനൊരു 5 കൊല്ലം ഗൾഫിലായിരുന്നു. പക്ഷേ ഞാനിതുപോലെ ഒരുപാട് ഏജൻസികളിൽ പോയിട്ടുണ്ട്. അവരും ഇവരും സെയിം ഒരു കാറ്റഗറി തന്നെയാണ് നമ്മൾ പെരുമാറുന്നത്. മനുവും സുഹൃത്തും പറഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഇവിടെ ധാരാളം തട്ടിപ്പുകൾ, ഈ ലക്സംബർഗ്, ഓസ്ട്രിയ, ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, ഈ ഏകദേശം 80ഓളം രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് നമുക്കിപ്പോൾ യാത്ര ചെയ്യാൻ പറ്റും. മിക്കതും ഓപ്പൺ ആണ് അവിടെ. ഇത്തരം രാജ്യങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ നടക്കുന്നത്. കൂടാതെ യൂറോപ്പിലേക്ക് കോവിഡിന് ശേഷം ലോകം മുഴുവൻ മലയാളികളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തെ വളരെയധികം സ്വാഗതം ചെയ്യുന്ന കുറേ രാജ്യങ്ങളുണ്ട്. അവിടേക്ക് കോവിഡിന് ശേഷം ധാരാളം റിക്രൂട്ട്മെൻറ്റ് നടന്നു. ഉദാഹരണത്തിന് UK-ലേക്ക് കെയർ സെക്ടറിൽ എന്ന പോലെ, ഇസ്രായേലിലേക്ക് ഡൊമസ്റ്റിക് വർക്കേഴ്സും നഴ്സിംഗ് സെക്ടറിലും മറ്റ് കൺസ്ട്രക്ഷൻ മേഖലകളിലെന്ന പോലെ, ജപ്പാനിൽ ഫിഷിംഗ് സെക്ടറിലേക്ക് അടക്കം, കൊറിയയിലെ ഫിഷിംഗ് സെക്ടറിലൊക്കെ അടക്കം ധാരാളം റിക്രൂട്ട്മെൻറ്റുകൾ കോവിഡിന് ശേഷം നടന്നു. അത്തരം റിക്രൂട്ട്മെൻറ്റുകൾ ജെന്യുവനായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം മുതലെടുത്തുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകാർ നമുക്കിടയിൽ വിലസുന്നത്. അവർ നിരപരാധികളായ നമ്മുടെ മനുഷ്യരുടെ പണം കബളിപ്പിച്ച് നമ്മുടെ സമൂഹത്തെയാണ് ഇവർ വഞ്ചിക്കുന്നത്. ഇതിനൊപ്പം കൂട്ടുനിൽക്കാൻ പോലീസിൽ തന്നെ ഒരു വിഭാഗമുണ്ടെന്ന് വേണം സംശയിക്കാൻ. കാരണം കുറച്ച് പണം കിട്ടുമ്പോൾ ഈ മനുഷ്യരുടെ പരാതികൾ പോലും സ്വീകരിക്കാതെ എവിടെയും എത്താതെ പോകുന്ന ഈ അവസ്ഥയിൽ ഈ മനുഷ്യരുടെ പരാതികൾ ഒരുമിച്ച് കൂട്ടി ഈ ചതിക്ക് ഇരയാക്കിയവന്മാരെ സമൂഹത്തിൻ്റെയും നിയമത്തിൻ്റെയും മുമ്പിൽ കൊണ്ടുവരാനുള്ള അപേക്ഷയാണ് പ്രവാസ ലോകത്തിന് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്.